നമസ്കാരം. ഭഗവാൻ ശ്രീരാമചന്ദ്രനെ എതിർത്തുകൊണ്ട് ഇന്ത്യയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താമെന്ന് കോൺഗ്രസ് വിചാരിക്കേണ്ട എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ജനറൽ സെക്രട്ടറിയായ സുരേന്ദർ ജെയിൻ. ജനുവരി 22 നടക്കുന്ന രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്ക് കോൺഗ്രസ് നേതാക്കൾക്ക് ക്ഷണമുണ്ടായിരുന്നു. ഈ ക്ഷണം അവർ നിരസിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ ഒരു നീക്കം അത് പിന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ശക്തമായ ഒരു മുന്നറിയിപ്പുമായി വിശ്വ ഹിന്ദു പരിഷത്ത് രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും പരിഷത്തിന്റേതായി വരുന്ന ഈ പ്രസ്താവന കുറച്ച് വൈകിയാണെങ്കിൽ പോലും കൃത്യമായ ഒരു മുന്നറിയിപ്പ് കോൺഗ്രസ് പാർട്ടിക്ക് നൽകുന്നുണ്ട്. ഭഗവാൻ ശ്രീരാമനെ സ്നേഹിക്കുന്നവർ എന്നും ന്യൂനപക്ഷ പ്രീണകർ എന്നുമുള്ള രണ്ട് ഗ്രൂപ്പുകളായി ഇപ്പോൾ രാജ്യത്തെ കോൺഗ്രസ് വിഭജിച്ചിട്ടുണ്ട് എന്നുകൂടി വിശ്വ ഹിന്ദു പരിഷത്ത് അഭിപ്രായപ്പെടുന്നുണ്ട്. കോൺഗ്രസ് ഇപ്പോൾ രണ്ട് ഗ്രൂപ്പുകളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ ഒരു തർക്കവുമില്ല. ഒരു കൂട്ടർ ശ്രീരാമനെ എതിർത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയില്ല എന്ന ബോധ്യമുള്ളവരാണ്. രണ്ടാമത്തെ കൂട്ടരാവട്ടെ ന്യൂനപക്ഷ വോട്ടുകളിലാണ് കണ്ണുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ എപ്പോഴും ശ്രീരാമചന്ദ്രനെ എതിർത്തുകൊണ്ടിരിക്കുമെന്നും ജെയിൻ പറഞ്ഞിരിക്കുന്നു. നിലവിൽ എന്തായാലും ഈ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാദിന ചടങ്ങിലേക്കുള്ള ക്ഷണം നിരസിച്ചതിൽ വിശ്വ ഹിന്ദു പരിഷത്തിന് കാര്യമായ നീരസമുണ്ട് എന്ന് തന്നെയാണ് ഈ പ്രസ്താവനയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉത്തർപ്രദേശിലെ മുതിർന്ന നേതാക്കൾ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് കഴിഞ്ഞ് പാർട്ടി വിടും എന്നുള്ള അഭ്യൂഹങ്ങൾ ഉൾപ്പെടെ ഇതിനിടയിൽ പ്രചരിച്ചിരുന്നു. എന്തായാലും വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്ന ഈ മുന്നറിയിപ്പ് അത് തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടാൻ പോകുന്ന വോട്ടുകളിൽ പ്രതിഫലിക്കുമെന്ന് തന്നെ ഉറപ്പിക്കാം. പ്രത്യേകിച്ചും ഉത്തർപ്രദേശിലും ഉത്തരേന്ത്യയിൽ ആകമാനമുള്ള കോൺഗ്രസ് ഘടകങ്ങൾക്ക് ഹൈക്കമാൻഡിന്റെ ഈ തീരുമാനത്തോട് വലിയ തോതിലുള്ള എതിർപ്പുണ്ട്. അതുകൊണ്ട് തന്നെ പല മുതിർന്ന നേതാക്കളും പാർട്ടി വിടാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വീണ്ടും ഒരു പിളർപ്പിലേക്ക് കോൺഗ്രസ് പോകുമെന്നുള്ള അഭ്യൂഹങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് VHPയുടെ ഭാഗത്തു നിന്നും ശക്തമായ ഒരു താക്കീത് കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.